ആകുമ്പോൾ എങ്ങാനും ഒരു കുരു വരുന്ന എൻ്റെ മുഖത്ത് ഇപ്പം നിറ കുരുക്കളാണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മുഖം ഫുള്ള് കുരുക്കളായിട്ടുണ്ടേ. കളറിലൊന്നും വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്ത ഞാൻ ഈ മുഖത്ത് കുരുക്കൾ വന്നാൽ കുറച്ച് വിഷമമൊക്കെ വരും കേട്ടോ. എന്തായാലും ഇന്ന് എൻ്റെ സാരഥി അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 2 വീലറിലാണ് പോകുന്നത്. പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ പോലെ ഈ നട്ടുച്ചയ്ക്ക് പരിപാടി പിടിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഞാൻ എന്ത് പരിപാടി പിടിച്ചാലും ഈ നട്ടുച്ചയ്ക്കാണ് കേട്ടോ പിടിക്കാറുള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാടം കണ്ടു കേട്ടോ. പാടം വല്ലതൊരു കണ്ടോ ആണ് കേട്ടോ. അവിടെ നിറയെ കൊക്കിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പാർലറിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ണിൽ എന്തോ പണി കിട്ടിയിട്ടുണ്ട്, അതായത് പൊടി എന്തോ വീണിട്ടുണ്ട്. ഇനി നമുക്ക് വന്ന കാര്യത്തിലേക്ക് കിടക്കട്ടോ. ഞാനൊരു ഫേഷ്യലും സ്പായും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത് ഏട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ബ്യൂട്ടി പാർലർ ഉള്ളത്. അവന്തിക ബ്യൂട്ടി സ്പോട്ട് എന്നാണ് പേര്. ഞാൻ എൻ്റെ സ്കിന്നിനായാലും ഹെയറിനായാലും എന്ത് ട്രീറ്റ്മെൻറ്റ് എന്ത് സംഭവം കൊടുത്താലും ഇവിടെ നിന്നാണ് കേട്ടോ ചെയ്യുന്നത്. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ബ്യൂട്ടീഷനെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത് ഏട്ടൻ്റെ വീടാണ്. ഇന്ന് ഇവിടെ അമ്പലത്തിൽ നിന്ന് പറ വരുന്നതുകൊണ്ട് ഏകദേശം 2 ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. എനിക്ക് പീരീഡ് ആയതുകൊണ്ട് ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അതാണ്ട് ഏട്ടൻ പറയൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇത് മിസ്സായി കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത് ഈ പ്രാവശ്യം നാട്ടിലുണ്ടായിട്ട് പോലും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു നല്ല വിഷമമുണ്ട് കേട്ടോ. ഈ പീരീഡ് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ മനസ്സിനും തരാറുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ചില ഫംഗ്ഷനൊന്നും പോകാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു സാധനത്തെ നമ്മൾ വല്ലാതെ അങ്ങ് വെറുത്തു കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഇത്രയുള്ളൂ കേട്ടോ. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവർ ടാറ്റാ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.